എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ചെറിയൊരു പൊളിറ്റിക്കൽ അനലൈസേഷനെ കുറിച്ചാണ്. എനിക്ക് കേൾക്കാനുള്ളത് കോൺഗ്രസിൻ്റെ സീനിയർ നേതാവായ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടുമാണ്. രാഹുൽ ഗാന്ധി, താങ്കൾ വലിയൊരു പദയാത്ര നടത്തി ജനകോടികൾ താങ്കളെക്കുറിച്ചും താങ്കളുടെ പേരും മനസ്സിൽ മായാതെ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആ മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ ഡേ ബൈ ഡേ കുറഞ്ഞു വരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, താങ്കളുടെ പ്രവർത്തന ശൈലി തൃപ്തികരമായ രീതിയിലുള്ള കോൺഗ്രസ് വിശ്വാസികളിൽ ഉള്ളത്. താങ്കൾ പാർട്ടിയുടെ പുരോഗമനത്തിനും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിലും ഉപരി താങ്കൾ ഏറ്റവും കൂടുതൽ സമയം പാഴാക്കിക്കളയുന്നത് എതിർ പാർട്ടിയിലുള്ളവരെ ഉന്നം വച്ച് അവരിൽ നിന്നുണ്ടായ തെറ്റുകളെ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അത് ഒരു സ്ഥിരമാണ്, അത് ആവശ്യമാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും അത് ഉപയോഗിക്കുന്നത് അനാവശ്യ സന്ദർഭങ്ങളിലാണ്. നിങ്ങളൊന്ന് വിചാരിക്കുക, പബ്ലിക് എല്ലാവരും ഫൂൾസുകളല്ല. അവർക്ക് അവരുടേതായ ചില നിഗമനങ്ങളുണ്ട്. അവർക്കും ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് നടക്കുന്നത്, ഭരണപക്ഷത്ത് എന്താണ് നടക്കുന്നത്, പ്രതിപക്ഷത്ത് എന്താണ് നടക്കുന്നത്, എല്ലാം അറിയാം. പീപ്പിൾ അത്ര ഫൂൾസല്ല. മുൻകാലങ്ങളിൽ ഒരു പാർട്ടി എന്ന് വെച്ചാൽ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഓക്കെയാണെന്ന് കരുതും. പക്ഷെ ഇപ്പോഴത്തെ കാലം അതല്ല. തെറ്റും ശരിയും ആൾക്കാർ അടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വടികൾ ഈ വിവര സാങ്കേതിക നിലവാരം ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകമായി താങ്കളിൽ നിന്നും അനുഭവപ്പെടുന്നത് ചില തീരുമാനങ്ങൾ കോൺഗ്രസ്സിന് ഒട്ടും യോജ്യമായതല്ല. അതിൻ്റെ പ്രധാന കാരണം താങ്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ഉപജാപ സംഘങ്ങളുണ്ട്. താങ്കൾ കോൺഗ്രസ്സിനെക്കുറിച്ചും മറ്റു പ്രവർത്തകരെക്കുറിച്ചും അറിയുന്നത് ഈ ഉപജാപക സംഘങ്ങളിലൂടെയാണ്. നിങ്ങൾക്കൊരിക്കലും അതിൻ്റെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. നിങ്ങൾ അവർ പറയുന്നത് സത്യമായി വിശ്വസിക്കുന്നു. അതിലൂടെ തകർന്നു പോണത് ഈ കോൺഗ്രസിൻ്റെ ഐക്യമാണ്. പലരെയും തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നു. നല്ല രീതിയിൽ പ്രവർത്തന ശൈലി, നല്ല രീതിയിൽ മനുഷ്യനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, നല്ല രീതിയിൽ എവിടെയും നെഞ്ചിൻ പിരിച്ച് വസ്തുതകളെ വ്യക്തമാക്കുക, അതേത് പാർട്ടിയുടെ ഫ്രണ്ടിലും അങ്ങനെയുള്ളവരെ കഴിയുന്നതും പാർട്ടിയിൽ നിന്നും ഒതുക്കി നിർത്തുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടി വരുന്നു. ശകലമെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ആലോചിച്ചിട്ടായിരിക്കണം ഓരോന്നിനും പച്ചക്കൊടി കാട്ടേണ്ടത്. ഡൽഹിയിലിരുന്നാൽ കേരളത്തിൽ എന്ത് നടക്കുന്നു, തമിഴ്നാട്ടിൽ എന്ത് കിടക്കുന്നു, ആന്ധ്രയിൽ എന്ത് കിടക്കുന്നു, കർണാടകയിൽ എന്ത് കിടക്കുന്നു ഒന്നും അറിയാൻ പറ്റില്ല. നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ കാണുമായിരിക്കും.
പക്ഷെ അവരിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ ലഭിക്കില്ല. രണ്ടാമതായി ഒരു സന്തോഷമുള്ള വാർത്ത, മുൻ നാളുകളിൽ അപേക്ഷിച്ച് രാഹുൽ ഗാന്ധി താങ്കൾ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ആരെയെങ്കിലും പ്രായം നോക്കാതെയും പൊസിഷൻ നോക്കാതെയും എന്തു വായിൽ വരുന്ന വിടുവായ്ത്തരം വിളിച്ച് പറയുന്നൊരു സ്വഭാവം അങ്ങേക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശാന്തിയായി, നല്ല കാര്യം. പക്ഷേ എങ്കിൽ തന്നെ ഇപ്പോൾ താങ്കൾക്ക് ഈ ഈഗോ എന്നുള്ളൊരു ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ്. ഈഗോ കാര്യം തങ്ങളെക്കാളും ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും ലോകപരിചയവും ഉള്ളവരെ തങ്ങളുടെ കാൽച്ചുവട്ടിൽ നിർത്തുക, താങ്കളിൽ നിന്ന് ഉയർന്നു പോകാൻ അനുവദിക്കാതിരിക്കുക. താങ്കൾക്ക് ആവശ്യം, താങ്കൾക്ക് വേണ്ടി സ്തുതി പാടുന്നവരാണ് താങ്കൾക്ക് ആവശ്യം. വസ്തുതകളെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട പ്രചോദനം കൊടുത്ത് കഴിവുള്ളവരെ പാർട്ടിയിൽ പിടിച്ചു നിർത്താനുള്ള യാതൊരു കാര്യക്ഷമതയും രാഹുൽ ഗാന്ധിയിൽ നിന്ന് കാണുന്നില്ല. അപ്പോൾ അതിലുണ്ടാകുന്ന സംഭവം ഡേ ബൈ ഡേ ഈ കാംഗ്രസിൽ നിന്നും വിശ്വാസം നശിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒന്നും മനസ്സിലാക്കേണ്ടത്, ഇങ്ങേറ്റം കേരളത്തിലെ കാര്യം തന്നെ പറയാം. ഇവിടെ പല കപട വേഷധാരികളും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയുകയും അതിലൂടെ ഇവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ നേരെ ഉദ്ദേശമല്ല, നേരെ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്താൽ രാഹുൽ ഗാന്ധി അത് കേൾക്കുന്നു, അത് വിശ്വസിക്കുന്നു. പിന്നെ ഒരു മുത്തച്ഛൻ്റെ സ്ഥാനം പോലും ഈ ഖാർഗെയ്ക്ക് രാഹുൽ ഗാന്ധി കൊടുക്കാറില്ല, എല്ലാം രാഹുൽ ഗാന്ധി തന്നെയാണ്. പിന്നെ ഒരു മുത്തച്ഛനാകുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ചിന്തിച്ചിരിക്കാം, പ്രായം കൊണ്ട് രാഹുലിൻ്റെ പ്രായം മുത്തച്ഛന്മാരെയൊക്കെ അനുസരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, താങ്കൾ മൂലം ഈ കോൺഗ്രസ്സിന് അന്ത്യകുദാശ നൽകരുത്. ദുഃഖകരമായ കാര്യമാണ്. താങ്കൾ പലരെയും വെട്ടിവീഴ്ത്തുന്ന ഒരു നല്ല സ്ഥാനത്ത് നിന്നുകൊണ്ട് താങ്കൾ ആൾക്കാരെ വെട്ടിവീഴ്ത്താൻ താങ്കൾക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ആ വെട്ടിവീഴ്ത്തുന്നവരുടെ സ്ഥാനത്ത് താങ്കൾക്ക് ഒരു വ്യക്തിയെപ്പോലും പ്രതിഷ്ഠിക്കാൻ കിട്ടത്തില്ല, ആരും നിൽക്കത്തുമില്ല. കുറേ എം പിമാരെ പുറം രാജ്യങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി വിടുമ്പോൾ അതിൽ പെട്ട ഒരു എം പി ആയിരുന്നല്ലോ ശശി തരൂർ. അതിനെന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടിയത്? നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ ഈഗോയുടെ മനുഷ്യനല്ല ആകേണ്ടത്. നിങ്ങൾ കുറച്ച് ടെൻഷനാണ്. ഈ ഡസിനോ നിങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് നേരെ ആകണമെങ്കിൽ ഗുരുത്വം എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാകണം. നമ്മൾ ഗുരുക്കന്മാരെ ആദരിക്കണം, ബുദ്ധിയുള്ളവരെ ആഗ്രഹിക്കണം. അവരേത് താഴ്ന്ന നിലവാരത്തിലുള്ളവരായിരുന്നാലും അവരുടെ അടുക്കലേക്ക് എത്തുക. അവരിൽ നിന്നും പലതും അറിയാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും. കഴിയുന്നതും ഈ ഈഗോ എന്നുള്ള ആ ഒരു ഇത് മാറ്റിവെക്കുക. നിങ്ങൾ കുറച്ച് പ്ലസൻ്റായിരിക്കണം, ഫ്രഷായിരിക്കണം. അതിന് ആദ്യം വേണ്ടത് ഈ മനസ്സിലുള്ള ആ ഈഗോയിസം അങ്ങ് കളയുക. അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റെങ്കിലും എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക, ഈശ്വരനെ ധ്യാനിക്കുക. നിങ്ങൾ അമ്പലങ്ങളിൽ പോകുക. നിങ്ങളിലൊരു ദൈവവിശ്വാസം വളർത്തിയെടുക്കുക. ഏത് പ്രവർത്തനത്തിനും ദൈവ അനുഗ്രഹം ആയിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം. സോ നിങ്ങൾ ഒരു നേതാവെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് ഖാർഗെ. അദ്ദേഹത്തിൻ്റെ അഡ്വൈസും കൂടെ പറ്റിയാളൊന്ന് കേൾക്കുക. അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു സോക്കാൾഡ് നേതാവെന്നല്ലാതെ തന്നെ അപ്പുറം അദ്ദേഹത്തിനെ കൊണ്ടൊന്നും സാധിക്കില്ല.
നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ചില മോശമായ പോളിസികൾ അവരിൽ കൂടി ഇൻജക്ട് ചെയ്ത് പബ്ലിക് എത്തിക്കുന്നതും നല്ല കാര്യമല്ല. സോ രാഹുൽ ഗാന്ധി കുറച്ച് ശ്രദ്ധിക്കുക, പാർട്ടിയെ നല്ല രീതിയിൽ നയിക്കാൻ ശ്രമിക്കുക, എല്ലാവരെയും വെട്ടിവീഴ്ത്താനുള്ള സ്വഭാവം മാറ്റുക. ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഉടുപ്പും തെച്ച് കാത്തിരിക്കുന്നവർ നിങ്ങളെ വലയം ചെയ്തിരിക്കുകയാണ്. അവരെ നിങ്ങൾ കണ്ടറിയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കേഡർ പാർട്ടിയെ നിങ്ങളെ അറിയുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ആൾക്കാർ വയ്ക്കുക, ജനത്തിൻ്റെ അഭിപ്രായം അറിയുക. അഭിപ്രായം അറിയുന്നത് ഇന്നും നിങ്ങൾ കൂടിയിരിക്കുന്ന അവരിൽ നിന്ന് ഒരു അഭിപ്രായം കിട്ടത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളിൽ ഉള്ള ഇൻട്രസ്റ്റിനും നിങ്ങൾക്ക് തകർന്നു പോകും. നിങ്ങളുടെ അച്ഛനും മുത്തശ്ശിക്കും മുത്തച്ഛന്മാർക്കും അവരുടെ പേരുകൾ കളങ്കം വരുത്താതെ ഈ പാർട്ടിയെ നിയന്ത്രിക്കാനുള്ള ശക്തി തരണേമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു. ഞാൻ GK തുമ്പക്കാരൻ.